കുറച്ചു നേരം മുമ്പ് ഒരു പ്രോമോ വന്നിരുന്നു. ശ്വേതാ മേനോൻ വന്നതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് ആ ഒരു പ്രോമോയിൽ കാണിക്കുന്നത്. ജാസ്മിനും റസ്മിനും തമ്മിൽ ഒരു കയ്യാങ്കളി നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോമോയാണ്. അവർ തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. ജാസ്മിൻ റോബോട്ട് ആണല്ലോ, അപ്പോൾ ശ്വേത പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പവർ ടീമിനെ എന്തോ ഒരു പ്രോഗ്രാമിനായിട്ട് ക്ഷണിക്കുന്നു. എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാമോ മറ്റോ ആയിരിക്കും. ലിവിംഗ് റൂമിലേക്ക് ക്ഷണിക്കുന്നു. റസ്മിനും പവർ ടീം മെമ്പേഴ്സും അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയോ മറ്റോ ആണ് കിച്ചണിൽ വെച്ചിട്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നു 2 മിനിറ്റിനുള്ളിൽ പരിപാടിക്ക് വരണം എന്നിങ്ങനെ പറയുന്നു. റസ്മിൻ ചോദിക്കുന്നു റോബോയാണോ ഓണർ അതോ ഞങ്ങളാണോ എന്ന്. റോബോനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു. അപ്പം പിന്നെ ശ്വേതയുടെ അടുത്ത് പോയി പറയുമ്പോൾ ശ്വേത പറയുന്നു റോബോ ആണല്ലോ, എങ്ങനെയും വിളിച്ചുകൊണ്ട് പോകാന്നുള്ള രീതിയിൽ പറയുന്നു. ശ്വേത നല്ല രീതിയിൽ തിരികേറ്റി വിടുന്നുണ്ട്. ഇത് പറഞ്ഞതും രണ്ടുപേരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഒക്കെ നടക്കുന്നത് പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. ഇന്നലെ നോറ, ജാസ്മിൻ, റസ്മിൻ എന്നിവർ തമ്മിലൊരു ക്ലാഷ് നടന്നപ്പോ നോറ പറഞ്ഞൊരു പോയിന്റ് ആണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ ഒരു പ്രോമോ കണ്ട സമയത്ത്. പോയിന്റ് അല്ല, പ്രാഗിയതാണ് ആക്ച്വലി. ജാസ്മിന്റെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടു നിന്നതിന് നീ അനുഭവിക്കും റസ്മിനെ, എന്റെ മനസ്സൊരുക്കി ഞാൻ പറയുവാണ് എന്ന് നോറ പവർ റൂമിൽ വെച്ച് പറഞ്ഞു റസ്മിന്റെ അടുത്ത്. ആ പ്രാക്കാണെന്ന് തോന്നുന്നു ഇന്നവിടെ ഏറ്റത്. റസ്മിനെ ഇപ്പൊ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. എല്ലാരും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന അഹങ്കാരത്തിൽ എന്തൊക്കെയാണ് റസ്മിൻ കാണിച്ചു കൂട്ടിയത്. ലാസ്റ്റ് എല്ലാവരുമായിട്ടും അടിയായി. അവസാനം കൂടെ ഉണ്ടായിരുന്ന ജാസ്മിനെയും റസ്മിൻ പിണക്കി. അതും ഈ പറഞ്ഞ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ പിണക്കി. ബാക്കി നമുക്ക് ഈ ഒരു അടി ലൈവിൽ കണ്ടതിന് ശേഷം സംസാരിക്കാം, അതാണ് നല്ലത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.